ഞാൻ ഈ പറഞ്ഞിരുന്ന ഒരൊറ്റ സെറ്റിംഗ്സ്, അതും ക്യാമറയിൽ നിങ്ങളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പോലെ നിങ്ങളുടെ സ്റ്റോറേജ് ലാഭിക്കാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന ഒരൊറ്റ സെറ്റിംഗ്സ് നിങ്ങളുടെ മൊബൈലിന്റെ ക്യാമറ ഉണ്ടല്ലോ, ആ ഒരു ക്യാമറ ആപ്ലിക്കേഷനിൽ നിങ്ങളൊന്ന് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പോലെ നിങ്ങളുടെ സ്റ്റോറേജ് ലാഭിക്കാൻ സാധിക്കും. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മുടെ ക്യാമറയിൽ തന്നെ കൃത്യമായിട്ട് ആ സെറ്റിംഗ്സിൽ അത് പറയുന്നുണ്ട്. ഞാനത് കാണിച്ചു തരാം, അതുപോലെ നിങ്ങൾ ചെയ്തു വെക്കുക. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിന്റെ ക്യാമറ ഒന്ന് ഓൺ ചെയ്യുക. ഞാനിവിടെ കാണിക്കുന്നത് വിവോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫോണിലാണ്. നിങ്ങളുടെ എല്ലാ ഫോണിലും ഈ ഒരു സെറ്റിംഗ്സ് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ആ ക്യാമറയിലെ ഏറ്റവും മുകളിലെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ? ആ സെറ്റിംഗ്സ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറെ മെനുസ് കാണിക്കുന്നുണ്ട്, കുറെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നൊരു ടൈറ്റിൽ കാണിക്കുന്നില്ലേ, വീഡിയോ. അവിടെ ഫോട്ടോ ഏറ്റവും മുകളിലുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത് വീഡിയോ എന്ന് പറയുന്ന ടൈറ്റിൽ കാണുന്നുണ്ട്. അതിന് തൊട്ട താഴേക്ക് ഹൈ എഫിഷ്യൻസി വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് ലാഭിക്കാൻ സാധിക്കും. സേവ് സ്പേസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഓഫ് ചെയ്ത് വെച്ചവരാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഓൺ ചെയ്ത് വെക്കാം. ഇത് പല ക്യാമറയിലും മുകളിൽ ക്യാമറ ഓപ്ഷനിലും ഉണ്ട്. അതായത് നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്തും ഇതേ ഓപ്ഷൻ ചില ഫോണുകളിൽ കാണിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്ന സമയത്തും അതേപോലെ തന്നെ വീഡിയോ എടുക്കുന്ന സമയത്തും നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ സേവ് ആവുന്നത് വളരെ കുറഞ്ഞ ക്വാളിറ്റിയിലായിരിക്കും. പക്ഷെ നല്ല ക്വാളിറ്റി കാണിക്കുകയും ചെയ്യും. പക്ഷെ നമുക്ക് ഗാലറിയിൽ നമുക്ക് വളരെയധികം സ്പേസ് കിട്ടുകയും ചെയ്യും.